23 വയസ്സ് മാത്രം പ്രായമുള്ള കാത്തലിക് ആക്ടിവിസ്റ്റ് ക്വെന്റിൻ ടാരാന്റിന്റെ ദാരുണമായ കൊലപാതകം ഫ്രാൻസിനെ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നയിക്കുന്നു. സമാധാനത്തിന്റെയും ജീവന്റെയും സന്ദേശവുമായി ഇറങ്ങിത്തിരിച്ച ഈ യുവാവിനെ ഒരു സംഘം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ക്വെന്റിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ഒരു ഇടതുപക്ഷ പാർട്ടി സംഘടിപ്പിച്ച പ്രോ പാലസ്തീൻ സമ്മേളന വേദിയിലാണ് ഈ അക്രമം അരങ്ങേറിയത്. അബോർഷൻ, ജെൻഡർ ഐഡിയോളജി തുടങ്ങിയ വിഷയങ്ങളിൽ കത്തോലിക്ക മൂല്യങ്ങൾ മുറുകെ പിടിക്കാനാണ് ക്വെന്റിൻ ശ്രമിച്ചത്. സമാധാനപരമായ പ്രതിഷേധം നടത്തിയ യുവാവിനെ ആശയപരമായ വിയോജിപ്പിന്റെ പേരിൽ കൊന്നൊടുക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ 11 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ ഒരു പാർലമെന്റ് അംഗത്തിന്റെ സഹായിയും ഉൾപ്പെട്ടുവെന്നത് സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ കൊലപാതകത്തെ ന്യായീകരിക്കാനാവില്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ പ്രസ്താവിച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ഈ നിഷ്ഠൂര കൃത്യത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചു. സെന്റ് ജോർജ് ഇടവകയിലെ സജീവ സാന്നിധ്യമായിരുന്ന ക്വെന്റിൻ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ എപ്പോഴും മുൻപന്തിയിലായിരുന്നു. ദിവ്യബലിയെ ഏറെ സ്നേഹിച്ചിരുന്ന വലിയ ദൈവശാസ്ത്ര പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആ ശാന്തനായ യുവാവിന്റെ നഷ്ടം നികത്താനാകാത്തതാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.